വെള്ളിയാറിനു കുറുകെ കണ്ണങ്കുണ്ടിൽ പാലം നിർമ്മിക്കുന്നതിന് സർക്കാർ ഭരണാനുമതി നൽകിയതായി എൻ ഷംസുദ്ദീൻ MLA അറിയിച്ചു. 2021-22, 2024-25 വർഷങ്ങളിലെ ബജറ്റ് വിഹിതങ്ങൾ ഉപയോഗിച്ച് പാലം നിർമ്മാണത്തിന് അനുമതി നൽകണമെന്ന് കഴിഞ്ഞ മാസം MLA ആവശ്യപ്പെട്ടതാണ് ധനകാര്യ വകുപ്പ് അംഗീകരിച്ചത്. 10 കോടി രൂപ വിനിയോഗിച്ചുള്ള പാലം നിർമ്മാണത്തിനാണ് അനുമതി. ഇരു സാമ്പത്തിക വർഷങ്ങളായുള്ള 10 കോടി രൂപ വിനിയോഗിച്ചാണ് പാലം നിർമ്മിക്കുക. കഴിഞ്ഞ ഓരോ ബജറ്റിലും പ്രതീക്ഷ അർപ്പിച്ചുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പുഴ കടക്കാൻ നിലവിൽ ചപ്പാത്താണ് ഉള്ളത്. മഴക്കാലമായാൽ മിക്ക ദിവസങ്ങളിലും ഇത് വെള്ളത്തിനടിയിലാകുന്നതിനാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടാറുണ്ട്. എടത്തനാട്ടുകരയിൽ നിന്നും അലനല്ലൂരിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാരാണ് ഈ സമയങ്ങളിൽ ഏറെ പ്രയാസത്തിലാവാറ്. ഇവർക്ക് ഉണ്ണിയാൽ വഴി കിലോമീറ്ററുകൾ താണ്ടി സഞ്ചരിക്കേണ്ടിയും വരും. പാലം വന്നാൽ ഈ ദുരിതം തീരും. അലനല്ലൂർ കണ്ണങ്കുണ്ട് റോഡ് റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ചതോടെ ഇതുവഴിയുള്ള വാഹനഗതാഗതം വർദ്ധിച്ചു. ഇതോടെ പാലം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ആവശ്യമായ സ്ഥലം വിട്ടുകിട്ടാതെ വന്നതോടെ പദ്ധതി ആദ്യം മുടങ്ങി. പിന്നീട് സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ അനുവദിച്ച് പാലം നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും 10 കോടിയിൽ താഴെയുള്ള പ്രവൃത്തികൾക്ക് കിഫ്ബി ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന കാരണത്താൽ പദ്ധതി വീണ്ടും നീളാൻ കാരണമായി. തുടർന്ന് വന്ന സാമ്പത്തിക വർഷങ്ങളിൽ കോവിഡ് പ്രതിസന്ധി നേരിട്ടതോടെ പാലം നിർമ്മാണം വീണ്ടും നീളുകയായിരുന്നു. തുടർന്നും MLA നടത്തിയ നിരന്തര ഇടപെടലുകളാണ് ഫലം കണ്ടത്. പാലം നിർമ്മാണത്തിന് 10 കോടി രൂപയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഭരണാനുമതി ലഭിച്ച സാഹചര്യത്തിൽ വൈകാതെ സാങ്കേതിക അനുമതിയും തുടർന്ന് ടെൻഡർ നടപടികളും കഴിഞ്ഞ് മാസങ്ങൾക്കകം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി MLA പറഞ്ഞു. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, അലനല്ലൂർ. ഫോൺ 04924 262 427.